ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമാകുന്ന ഒരു ചിന്ത പങ്കുവെക്കാം. അത് മറ്റൊന്നുമല്ല, പെന്തക്കോസ്തുകാർ മറന്നുപോയ ചില ഉപദേശങ്ങൾ, ഇല്ലെങ്കിൽ സഭയെ പെന്തക്കോസ്ത് സഭകൾ പഠിപ്പിക്കുവാൻ മറന്നുപോയ ചില നല്ല ഉപദേശങ്ങൾ. നമ്മളെല്ലാവരും വലിയ ഉപദേശത്തിൽ നിലനിൽക്കുന്നവരാണെന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. പെന്തക്കോസ്ത് സഭ എന്ന് പറഞ്ഞാൽ ഉപദേശത്തിൽ നിലകൊള്ളുന്നതാണ്. എന്താണ് പെന്തക്കോസ്ത് സഭകൾ ഇതുവരെയും പഠിപ്പിച്ചു വന്ന ഉപദേശങ്ങൾ? ഏറ്റവും കൂടുതൽ എപ്രകാരമുള്ള ഉപദേശങ്ങൾക്കാണ് അവർ പ്രാധാന്യം കൊടുത്തിരുന്നെന്ന് നമുക്ക് ഇന്നൊന്ന് ചിന്തിക്കാം. പണ്ട് മുതലുള്ള ഒരു കാര്യമാണ്, പെന്തക്കോസ്തിൽ വന്നു കഴിഞ്ഞാൽ സ്വർണം ഉപേക്ഷിച്ചിരിക്കണം, വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് സഭയിൽ പോകണം, മീശ വടിച്ച് മുഖമൊക്കെ നല്ല ക്ലീൻ ആക്കണം. അപ്രകാരം ഉള്ള നല്ല ഉപദേശങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പഠിപ്പിച്ചത്. പെന്തക്കോസ്തിൽ വന്നു കഴിഞ്ഞാൽ സ്വർണം ഒരംശം പോലും അവൻ്റെ ശരീരത്ത് കിടക്കാൻ പാടില്ല. അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ തീർച്ചയായും അവൻ നരകത്തിൽ തന്നെ പോയി വീഴും. ഇതല്ലായിരുന്നു നമ്മൾ പഠിപ്പിച്ച ഏറ്റവും ശക്തമാകുന്ന ഉപദേശങ്ങൾ. അതിനുവേണ്ടി എത്ര വിശ്വാസത്തിലേക്ക് വരാമായിരുന്ന ആളുകളെ കൂടി നമ്മൾ വിശ്വാസത്തിന് പുറത്തേക്ക് ചവിട്ടി തെറിപ്പിച്ച് കളഞ്ഞു. പിന്നീടോ അപ്രകാരം വെള്ളവസ്ത്രം ധരിക്കണമെന്ന് നമ്മൾ ശഠിച്ചത് മുഖാന്തരം എത്ര യൗവനക്കാർ സഭയിൽ നിന്നും ഒഴിഞ്ഞുപോയി. പിന്നെയോ മീശ എടുത്തെങ്കിൽ മാത്രമേ സ്റ്റേജിൽ കയറ്റി പ്രസംഗിക്കുവാൻ അവസരം തരത്തുള്ളൂ എന്ന് പറഞ്ഞും എത്ര പേർ ദൈവത്തിൻ്റെ വേല ഉപേക്ഷിച്ച് കടന്നുപോയി. ഇതൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല. പിന്നെ നമ്മൾ പഠിപ്പിച്ചതോ, എല്ലാ ആഴ്ചയും കൃത്യമായി നിങ്ങൾ സ്തോത്രകാഴ്ച ഇടണം, അല്ലെങ്കിൽ ദശാംശം എല്ലാ മാസവും കറക്റ്റായിട്ട് നിങ്ങൾ കൊടുത്തിരിക്കണം. അങ്ങനെയല്ലെങ്കിൽ അവന് തീർച്ചയായും ദൈവത്തിൻ്റെ യാതൊരു തരത്തിലുള്ള അനുഗ്രഹവും പ്രാപിക്കാൻ കഴിയുകയില്ലെന്ന് നമ്മൾ അനേക തവണ സ്റ്റേജിലെ ഇല്ലെങ്കിൽ ചർച്ചിൻ്റെ പുൾപ്പിറ്റിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞ് വിശ്വാസികളെ ഭീതിപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെയോ നമ്മൾ എല്ലാ ഞായറാഴ്ചയും നിങ്ങൾ ചർച്ചിൽ വന്നിരിക്കണം. നല്ല ഉപദേശമാണ്. അവൻ ഏതെങ്കിലും വളരെ എമർജൻസിയായ ഒരു കാര്യമുണ്ടെങ്കിൽ ആ ചർച്ചിൻ്റെ അന്നത്തെ ആരാധന ഉപേക്ഷിച്ച് കടന്നു പോകുന്നത് മുഖാന്തരം നിനക്ക് അത് ലഭിക്കുവാൻ യാതൊരു സാധ്യതയുമില്ലെന്ന് എത്ര പ്രാവശ്യം വീറോടെ നമ്മൾ ഈ വചനത്തിൽ അധിഷ്ഠിതമല്ലാത്ത കാര്യത്തെ വിളിച്ചു പറഞ്ഞു. ഒരിക്കൽ കൂടി എനിക്ക് പറയുവാനുള്ളത്, സഭാപാസ്റ്റർമാരായിരിക്കുന്നവർ, അതുപോലെ തന്നെ മേൽത്തട്ടിൽ പ്രവർത്തിക്കുന്ന സെൻട്രൽ പാസ്റ്റർമാരായാലും അതുപോലെ ജനറൽ സെക്രട്ടറി ആയാലും പ്രസിഡന്റ് ആയാലും വളരെ വ്യക്തമായും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പെന്തക്കോസ്തിന് യാതൊരു ആവശ്യമില്ലാത്ത സ്വർണത്തിൻ്റെ കാര്യം, മീശ പിടിക്കുന്ന കാര്യം, വെള്ളവസ്ത്രം ധരിക്കുന്ന കാര്യം ഉപേക്ഷിച്ച് അവനവനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന എത്ര സഭകളുണ്ട്. അവനെ സഹായിക്കണമെന്ന് പറയുന്ന എത്ര സഭകളുണ്ടെന്ന് ലോകത്ത്. അപ്രകാരമുള്ള ഒരു സഭ നന്നായി കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും അനേകായിരം ആത്മാക്കൾ രക്ഷ പ്രാപിച്ചേനെ, അനേക വ്യക്തിജീവിതങ്ങൾ സുവിശേഷം കേട്ടിരുന്നേനെ. സ്വർണം ഉപേക്ഷിക്കണം എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി നിന്റെ ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന വൈരാഗ്യവും ബുദ്ധിയും പരദൂഷണവും അങ്ങനെയുള്ള കാര്യങ്ങളെ നീ ഉപേക്ഷിച്ച് കളയണമെന്ന് എത്ര സഭ പഠിപ്പിക്കാറുണ്ട്. സ്വർണം ഇട്ട് വരുന്നവന് കർത്തൃമേശ കൊടുക്കത്തില്ല. നീ ഒരാളെ തെറി പറഞ്ഞിട്ട് വന്നാലും ഇനി മദ്യപിച്ചിട്ട് വന്നാലും സഹവിശ്വാസിയോട് മിണ്ടിയിട്ട് വർഷങ്ങളായാലും മറ്റവന് പാറ വെച്ചാലും നിനക്ക് കർത്തൃമേശയിൽ സ്നാനമുണ്ട്. പക്ഷെ നീ സ്വർണ്ണമിട്ട് വന്നാൽ ഒരിക്കലും നിനക്ക് കർത്തൃമേശ തരത്തില്ല. അതുപോലെ തന്നെ ചുമല സാരി ഉടുത്തുകൊണ്ടോ കറുത്ത സാരി ഉടുത്തുകൊണ്ടോ സൺഡേ വർഷിപ്പിന് വരികയാണെങ്കിൽ സാക്ഷ്യം പറയാൻ അവസരം കൊടുക്കാറില്ല. ഇങ്ങനെയുള്ള സഭകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സഭകളിൽ ഞാൻ വിശ്വാസിയായും പാസ്റ്റായിട്ടും ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായും പറയുകയാണ്, ഇപ്രകാരമുള്ള മനുഷ്യന് ബോധിക്കത്തില്ലാത്ത, മനുഷ്യന് ആവശ്യമില്ലാത്ത ഉപദേശങ്ങളെ നമ്മൾ ദൂരെ നിർത്തിയിട്ട് മനുഷ്യന് ഉപകാരമുള്ള ചില ഉപദേശങ്ങളുണ്ട്. അന്യനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക, അല്ലേ? സ്നേഹവും സന്തോഷവും സമാധാനവും ദയയും പരോപകാരവും അതുപോലെ തന്നെ ഇന്ദ്രിയജയമൊക്കെയും വിശ്വാസി പ്രാപിച്ചിരിക്കണം. ഇപ്രകാരമുള്ള ഉപദേശങ്ങളൊക്കെ ഏത് സഭയാണ് പഠിപ്പിക്കുന്നത്? അതെങ്ങനെയാണ്? പാസ്റ്റർമാർ വിശ്വാസികളുമായി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയല്ലേ, വിശ്വാസികൾ പാസ്റ്റർമാരുമായിട്ട്. അതുകൊണ്ട് എന്താണ്, 3 വർഷം കഷ്ടിച്ചാണ് ഒരു ദൈവദാസൻ ഒരു സഭയിൽ നിൽക്കുന്നത്. 3 വർഷം കഴിയുമ്പോൾ എവിടേക്കെങ്കിലും ഓടി ഒളിക്കണമെന്ന വിശ്വാസത്തോടു കൂടി ആഗ്രഹത്തോടു കൂടി പാസ്റ്റർമാരും 3 വർഷത്തിനകം ഇദ്ദേഹത്തെ എവിടേക്കെങ്കിലും മാറ്റിയാൽ മതിയെന്ന് ശഠിക്കുന്ന വിശ്വാസികളുള്ളിടത്ത് എങ്ങനെയാണ് യഥാർത്ഥമാകുന്ന ഉപദേശങ്ങൾ പഠിപ്പിക്കുവാൻ കഴിയുക തന്നെ? സ്വർണത്തെക്കുറിച്ചും വസ്ത്രത്തെക്കുറിച്ചും മീശയെക്കുറിച്ചും താടിയെക്കുറിച്ചും ഒക്കെ പ്രസംഗിക്കാൻ എളുപ്പമാണ്. പക്ഷേ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കണമെങ്കിൽ
കൂടുതൽ സ്നേഹിക്കുന്ന ദൈവദാസനായിരിക്കണം. സഹായിക്കണമെന്ന് പറയണമെങ്കിൽ സഹായിക്കുന്ന ദൈവദാസനായിരിക്കണം. പരദൂഷണം പറയരുതെന്ന് പഠിപ്പിക്കണമെങ്കിൽ പരദൂഷണം പറയാതിരിക്കുന്നവരായിരിക്കണം. അങ്ങനെ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളെ ഉപദേശമായി പഠിപ്പിക്കുകയും വേണ്ടുന്ന കാര്യങ്ങളെയൊക്കെയും മാറ്റിക്കളയുന്ന സഭകളെയല്ലേ നമുക്ക് ഇന്ന് ഈ കോളത്തിൽ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് വ്യർത്ഥമായിരിക്കുന്ന നമ്മുടെ ചില ഉപദേശങ്ങളുണ്ട്. ആ അപ്രകാരമുള്ള ഉപദേശങ്ങളെയൊക്കെയും നമ്മൾ പാടെ മാറ്റിക്കളയേണ്ടത് ആവശ്യമാണ്. ആയിരക്കണക്കിന് വിശ്വാസികൾ ഇന്ന് നമ്മുടെ സഭയിലെ അംഗമായിരുന്നതിനെ ഇപ്രകാരമുള്ള ചില മനുഷ്യന് പ്രയോജനമില്ലാത്ത ഉപദേശങ്ങൾ നമ്മൾ അവർക്ക് മേൽ അടിച്ചേൽപ്പിച്ചപ്പോൾ സഭയിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹമുണ്ടായിരുന്ന അനേക വ്യക്തിവിധങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്നറിയാമോ? അവരൊന്ന് നരകത്തിൻ്റെ വക്കിൽ നിൽക്കുകയാണ്. കാരണം എന്താണ്? സഭയുടെ ഇപ്രകാരമുള്ള ആവശ്യമില്ലാത്ത ഉപദേശങ്ങളല്ലേ. ഇന്ന് ഒരിക്കൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ എത്ര പേർ മീസയുടെ കാര്യത്തിൽ, എത്ര പേർ സ്വർണത്തിൻ്റെ കാര്യത്തിൽ, എത്ര പേർ കളർ സാരി ഉടുക്കണമെന്ന കാര്യത്തിൽ പുറത്തു നിൽപ്പുണ്ട്. അവരെ നമുക്ക് അകത്തേക്ക് വിളിക്കണമെങ്കിൽ അകത്ത് ക്രിസ്തു ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ന്യൂ ജനറേഷൻ സഭകളെ നമ്മൾ കുറ്റം പറയാറുണ്ട്. അവിടെ അപ്രകാരമാണ് ആരാധന, അവിടെ ഉപദേശമില്ല, അതുപോലെ തന്നെ അവിടെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാറില്ല. ഞങ്ങളെ നോക്കുവിൻ, ഞങ്ങളെല്ലാം തികഞ്ഞവരാണ്. എന്നാൽ ഒന്ന് പറയട്ടെ, എന്തുകൊണ്ടാണ് ന്യൂ ജനറേഷൻ സഭകൾ ഇപ്രകാരം വചനവിരുദ്ധമായി കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ ഏക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം വിളിച്ച യഥാർത്ഥ പെന്തക്കോസ്ത് സഭകൾ, യഥാർത്ഥ ദൈവദാസന്മാർ ദൈവത്തിൻ്റെ വചനത്തിന് വിരോധമായി ജനത്തെ മറ്റുള്ള ദുരുപദേശങ്ങളിലേക്ക് വലിച്ചിഴച്ചപ്പോൾ അവർക്ക് സഭയിൽ നിലകൊള്ളുവാൻ താല്പര്യമില്ലാതെ അവർ പുറത്തേക്ക് പോയി. അതാ വചനവിരുദ്ധമായി കെട്ടിപ്പൊക്കൊണ്ടുവരുന്ന കൂണുപോലെ മുളച്ചു നിൽക്കുന്ന സഭകളിലെ അംഗങ്ങളായി മാറി. അവരിപ്പോൾ വിശ്വാസത്തിൻ്റെ പുറകിനല്ല അവർ ഓടുന്നത്, അവർ ക്രിസ്തുവിൻ്റെ പുറകിനല്ല ഓടുന്നത്, അവർ സ്വർഗരാജ്യത്തിന് വേണ്ടിയല്ല ഓടുന്നത്. അവർ ഓടുന്നത് ഇപ്പോഴോ അവർക്ക് വേണ്ടുന്ന അന്നത്തിന് വേണ്ടിയാണ് ഓടുന്നത്, രോഗസൗഖ്യത്തിന് വേണ്ടിയാണ് ഓടുന്നത്. അവർക്ക് വേണ്ടത് ഈ ലോകത്തിൻ്റെ കാര്യങ്ങളാണ്. അപ്രകാരമുള്ള വിശ്വാസികളെ വാർത്തെടുത്തത് ആരാണെന്നറിയാമോ? നമ്മളാണ്. യഥാർത്ഥത്തിൽ ക്രിസ്തു വിളിച്ച് സഭയിലാക്കി വെച്ച ദൈവദാസന്മാരും സഭയുമാണ് അപ്രകാരമുള്ള അവിശ്വാസികളെ ഉണ്ടാക്കിയെടുത്തത്. ഞാൻ പറയട്ടെ, ഒരുവൻ വിശ്വാസത്തിലേക്ക് വന്നാൽ അവന് സ്നാനപ്പെടണമെങ്കിൽ കുറഞ്ഞത് 3 വർഷമെങ്കിലും സഭയുടെ അംഗമായിരിക്കണമെന്ന് ശഠിക്കുന്ന എത്ര സഭകളുണ്ട്. അങ്ങനെ ഒരു സഭയിൽ നിന്നും പാസ്റ്റർഷിപ്പ് ഉപേക്ഷിച്ച് പോരേണ്ടി വന്ന വ്യക്തിയാണ് ഞാൻ. ഒരു വിശ്വാസി, ഒരു അന്യജാതിക്കാരനാണെങ്കിലും ആരെങ്കിലും ഒരുവൻ വിശ്വാസത്തിൽ വന്നാൽ അവൻ സഭയുടെ അടിത്തട്ടിൽ ഇല്ലെങ്കിൽ സഭയുടെ ദൈവദാസൻ്റെ വിശ്വാസികളുടെ കീഴിൽ 3 വർഷം ഒബ്സർവേഷനിലായിരിക്കണം. ആ ഒബ്സർവേഷനിലിരുന്ന് അവൻ പ്രൂവ് ചെയ്യണം ഞാനൊരു യഥാർത്ഥ വിശ്വാസിയാണെന്ന്. എങ്കിൽ മാത്രമേ സ്നാനം കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞ് വിശ്വാസികൾ എത്ര പേര് സഭയിൽ നിന്നും ഇല്ലെങ്കിൽ വിശ്വാസത്തിൽ എത്ര പേര് മാറിപ്പോയിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ബൈബിളിലെ ഏറ്റവും താമസിച്ച് നടന്ന സ്നാനം എന്ന് പറയുന്നത് അപ്പോസ്തലനാകുന്ന പൗലോസിൻ്റേതല്ലേ, ശൗലിൻ്റേതല്ലേ? കേവലം 3 ദിവസം മാത്രം വൈകി മാത്രം നൽകിയ ആ സ്നാനമല്ലേ ഈ ബൈബിളിലെ ഏറ്റവും താമസിച്ച് നടന്നത്? ബാക്കിയുള്ള എല്ലാ സ്നാനങ്ങളും എനിക്ക് മനസ്സിലായിരിക്കുന്നത് എപ്പോഴാണോ രക്ഷിക്കപ്പെട്ടത് അപ്പോൾ തന്നെ സ്നാനപ്പെട്ടില്ലേ. അതായത് ഗസയുടെ തീരത്തുകൂടെ യാത്ര ചെയ്തു പോയ ആ ഷണ്ടനെ ഫിലിപ്പോസ് സ്നാനപ്പെടുത്തിയത് 3 വർഷം കഴിഞ്ഞാണോ, 1.5 വർഷം കഴിഞ്ഞാണോ, ഒബ്സർവേഷൻ പീരീഡിൽ വെച്ചിട്ടാണോ എന്ന് സഭയൊന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പോയ വഴിക്ക് വെള്ളം കണ്ടപ്പോൾ ഷണ്ണൻ പറഞ്ഞു, ഇതാ വെള്ളം. ഫിലിപ്പോസ് അവന് സ്നാനം കൊടുത്തു, പരിശുദ്ധാത്മാവിനെ എടുത്തുകൊണ്ടുപോയി. ദൈവദാസന്മാരെ, ആവശ്യമില്ലാത്ത ഉപദേശങ്ങളെ സഭയിൽ നിന്ന് മാറ്റിവെച്ചിട്ട് ആവശ്യമുള്ള സഭയുടെ ഉപദേശങ്ങളെ പഠിപ്പിക്കുക. ദൈവരാജ്യത്തിന് പ്രയോജനം ചെയ്യുന്ന ഉപദേശങ്ങളെ നമ്മൾ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. സ്വർണവും വെള്ളിയും ആ വെള്ളവസ്ത്രമൊക്കെ അവന് വേണമെങ്കിൽ ധരിക്കട്ടെ, ഇല്ലെങ്കിൽ അവൻ ഉപേക്ഷിക്കട്ടെ. അതൊന്നും സ്വർഗരാജ്യത്തിന് ഒരു തടസ്സമാണെന്ന് ബൈബിൾ ഒരിടത്തും എഴുതിയിട്ടില്ല. എന്നാൽ കുറ്റം പറയുന്നതും സഹോദരനെ വിധിക്കുന്നതും സഹോദരനെതിരെ കയ്യേറ്റം ചെയ്യുന്നതും പാസ്റ്ററിനെതിരെ യുദ്ധം ചെയ്യുന്നതും സ്നേഹമില്ലാതെ ഇരിക്കുന്നതും ദയയും പരോപകാരവും വിശ്വസ്തതയും ഇല്ലാതിരിക്കുന്നത് നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്നുള്ളത് നമ്മൾ പഠിപ്പിക്കാതെ ദശാംശം കൊടുത്തില്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെടത്തില്ലെന്ന് പഠിപ്പിക്കുന്ന സഭയും ദൈവദാസന്മാരുമല്ലേ ഇന്ന് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് എനിക്കൊന്നു മാത്രമാണ് പറയാറുള്ളത്, ഇപ്രകാരമുള്ള ആവശ്യമില്ലാത്ത ഉപദേശങ്ങളെയെല്ലാം പഠിപ്പിച്ച് സഭയെ വെറുതെ ഇറിറ്റേഷനാക്കാതെ, കർത്താവിൽ നകറ്റാതെ പ്രയോജനമുള്ള ഉപദേശങ്ങൾ പറഞ്ഞ് സഭയെ കർത്താവിൻ്റെ രാജ്യത്തിൽ എത്തിക്കുന്നുവെങ്കിൽ അതായിരിക്കും ഈ കാലഘട്ടത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്കുകളെ ഇവിടെ നിർത്തുന്നു. ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.